Hi everyone, welcome back to National Institute of Montessori Teachers Training Center, കോതമംഗലം. നമ്മൾ ഇന്ന് നോക്കുന്നത് ലെസൺ പ്ലാൻ തന്നെയാണ്. ഇപ്പോൾ ഞാനൊരു 3-4 ടൈപ്പ് ലെസൺ പ്ലാൻസ് നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള നിങ്ങൾക്ക് തോന്നുന്നത് ഏതാണ് ഒന്ന് എനിക്കൊന്ന് മെൻഷൻ ചെയ്യണം. അപ്പോൾ ഞാൻ എന്നിലും ഇടുന്നതിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തന്നെയാണ് ഇന്നത്തെ ഒരു ലെസൺ പ്ലാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഫസ്റ്റ് പോർഷനായ പ്രിലിമിനറി ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ അതിൻ്റെ അകത്ത് ഫസ്റ്റ് പ്രിലിമിനറി ഡീറ്റെയിൽസാണ് നമ്മൾ കൊടുക്കുന്നത്. നെയിം ഓഫ് ദി ടീച്ചർ, നെയിം ഓഫ് ദി സബ്ജക്റ്റ്, നെയിം ഓഫ് ദി ടോപ്പിക്, ക്ലാസ്, ടൈം, ഡേറ്റ്, ഡേയ്സ് എക്സെട്ര. അപ്പോൾ നമ്മൾ നെയിം ഓഫ് ദി ടോപ്പിക് കൊടുക്കുകയാണ് ഗുഡ് ഹാബിറ്റ്സ്. ദ യൂണിറ്റ് ഓർ ലെസൺ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഗുഡ് ഹാബിറ്റ്സ്. ഇതിൻ്റെ അകത്ത് തീം അല്ലെങ്കിൽ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കീപ്പിംഗ് ക്ലീൻ, ടു കീപ്പ് അവർ സെൽസ് ഹെൽത്തി. നമ്മൾ ശുചിത്വമുള്ളവരായിരിക്കുക, നമ്മളെ തന്നെ ശുചിയോടെ സൂക്ഷിക്കുക. ദെൻ ലേണിംഗ് ഒബ്ജക്റ്റീവ്, ഇതിൽ വന്നിരിക്കുന്ന കാര്യം എന്താണ്, ഇതിൽ നിന്ന് കുട്ടി എന്ത് പഠിക്കുന്നു എന്നുള്ളതാണ്. വൈ ഷുഡ് വി കീപ്പിംഗ് ക്ലീൻ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലീൻ ആയിട്ട് ഇരിക്കേണ്ടത്. വൈ ഷുഡ് വി ടു ബിക്കം നീറ്റ് ആൻഡ് ടൈഡി, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നീറ്റ് ആൻഡും ടൈഡി ആയിട്ട് ഇരിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ അതാണ് ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ കുട്ടിക്ക് കൊടുക്കുന്ന ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന കൺസെപ്റ്റ് എന്തെല്ലാമാണെന്നാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ ഗുഡ് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ഇതിൽ വരുന്ന കൺസെപ്റ്റുകളാണ് ടു കീപ്പ് അവർ സെൽസ് ഹെൽത്തി, നമ്മളെ തന്നെ ആരോഗ്യപരമായി സൂക്ഷിക്കാം. ദെൻ ടു പ്രൊട്ടക്റ്റ് അസ് ഫ്രം ഡിസീസ്, അപ്പോൾ നമ്മൾ ക്ലീനായിട്ടിരുന്നാൽ നമുക്ക് എന്താണ് അസുഖങ്ങൾ വരാതിരിക്കും. ടു കിൽ ജേംസ് ഓൺ അവർ ബോഡി, നമ്മുടെ ശരീരത്തിലുള്ള അണുക്കളെയെല്ലാം മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ നീറ്റായിട്ടും ക്ലീനായിട്ടിരിക്കണം. ഇതാണ് ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ കുട്ടികൾക്ക് കിട്ടുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി സ്കിൽസ്, എന്തെല്ലാം കഴിവുകളാണ് കുട്ടികൾക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ടോപ്പിക്ക് പഠിപ്പിക്കാൻ നേരത്ത് ഫസ്റ്റ് വരുന്നത് ഒരു കൊഗ്നിറ്റീവ് സ്കില്ലാണ്. കൊഗ്നിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിങ്കിങ് ആൻഡ് റീസണിങ് ആണ്. കുട്ടി കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതെന്താണെന്ന് ചിന്തിച്ചിട്ട് അതിന് ആൻസർ പറയാനും കുട്ടികൾക്ക് കഴിയുന്നു. ദെൻ ഒബ്സർവേഷൻ, ദെൻ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ LKG അല്ലെങ്കിൽ UKG ഇത് കിൻഡർ ഗാർഡൻ തൊട്ട് നമുക്ക് സെക്കൻഡ് സ്റ്റാൻഡേർഡ് വരെയുള്ള ഒരു ലെസൺ പ്ലാനാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന ലാംഗ്വേജ് ഡെവലപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ ഗുഡ് ഹാബിറ്റ്സിൽ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കും അല്ലേ. ടേക്ക് എ ബാത്ത്, ബ്രഷ് യുവർ ടീത്ത് ട്വൈസ് എ ഡേ, അങ്ങനെ വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ എവരി മീൽ. ഇതൊക്കെ നമ്മൾ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് കുട്ടിക്ക് കിട്ടുന്നത്, വൊക്കാബുലറീസ് ആണ്. കുട്ടികൾ കേൾക്കാത്ത കുറേ വേർഡ്സ് കുട്ടികളിൽ കിട്ടുന്നത്. ദാറ്റ് മീൻസ് ദ വൊക്കാബുലറി ബിൽഡ്. നമ്മൾ പറയുന്നതിൽ കുട്ടി ലിസൺ ചെയ്യുന്നു അല്ലേ, അതുകൂടാതെ കുട്ടി അത് സ്പീക്ക് ചെയ്യുന്നു. അപ്പം ലിസണിങ് കിട്ടുന്നു, സ്പീക്കിങ് കിട്ടുന്നു. ദെൻ റീഡിങ്, നമ്മൾ എന്ത് ചെയ്യും, പിക്ചർ ടച്ച് ചെയ്ത് കുട്ടികളെ വീണ്ടും വീണ്ടും റീഡ് ചെയ്യിപ്പിക്കും. അതിലൂടെ കുട്ടികൾക്ക് റീഡിങ് ഹാബിറ്റ്സ് ഉണ്ടാകുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ടച്ച് ചെയ്യുമ്പം ഈ പറയുന്ന മാതിരി സൈഡ് വേർഡ്സ് പോലെയാണ് ഓരോ വേർഡ്സും കുട്ടികൾക്ക് KG സെക്ഷനിൽ അവർ റീഡ് ചെയ്ത് പോകുന്നത്. ആ ഒരു പാറ്റേണിലായിരിക്കും അവർക്ക് കിട്ടുന്നത്. അപ്പോൾ LSRW നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പോർഷനാണ് സ്കില്ലിൽ വരുന്നതാണ്. ദെൻ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് അസോസിയേഷൻ, അവർക്കത് പിന്നീട് അത് എൻവയോൺമെൻറ്റിൽ അല്ലെങ്കിൽ അവർക്കടെ ജീവിതത്തിൽ വരുന്ന എവിടെയാണെന്ന് അസോസിയേറ്റ് ചെയ്യാനും അവർക്ക് പറ്റുന്നു. ദെൻ വാല്യൂസ്, എന്തെല്ലാം വാല്യൂസാണ് ഇതിൽ നിന്നുണ്ടാവുന്നത്, എന്തെങ്കിലും മൂല്യങ്ങളാണ് കുട്ടികൾ. നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മളെ തന്നെ ക്ലീൻ ആക്കുക എന്നുള്ളത് അവർക്കടെ മനസ്സിൽ ഒഴിക്കുന്നു. അവെയർനെസ് ഓഫ് ഗുഡ് ഹാബിറ്റ്സ്, അതുപോലെ അവർ നല്ല ബോധവാന്മാരാകുന്നു. ഗുഡ് ഹാബിറ്റ്സിനെ കുറിച്ച് നല്ല ബോധ്യം അവർക്ക് ഉണ്ടാകുന്നു. ദെൻ എന്തെല്ലാം കാര്യങ്ങളാണ് അവോയ്ഡ് ചെയ്യേണ്ടത്, ബാഡായിട്ടുള്ളത് എന്താണ്, ഗുഡായിട്ടുള്ളത് എന്താണെന്ന് കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ഇതെല്ലാമാണ് വാല്യൂസിൽ വരുന്നത്. ഓക്കെ, ദെൻ ടീച്ചിങ് എയ്ഡ്സ്. ടീച്ചിങ് എയ്ഡ് എന്ന് പറഞ്ഞാൽ കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഫ്ലാഷ് കാർഡുകൾ യൂസ് ചെയ്യും. ബ്രഷ്, ബാത്ത്, വാഷ് ഇങ്ങനെയുള്ള അതിൻ്റെ ഫ്ലാഷ് കാർഡുകളും അതുപോലെ തന്നെ വേർഡ്സും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ബെഡ് കാർഡ്സും യൂസ് ചെയ്യുന്നു. ദെൻ ക്ലീനിങ് മെറ്റീരിയൽസ് നമ്മൾക്ക് ലൈക്ക് ബ്രഷ്, പേസ്റ്റ് ഇതിൻ്റെ എല്ലാം കാണിക്കുന്നു. പിക്ചേഴ്സ്, അതുപോലെ തന്നെ ബോർഡിൽ നമ്മൾ പിക്ചേഴ്സ് കാണിക്കുന്നു. അല്ലെങ്കിൽ സ്മാർട്ട് ക്ലാസ്സിൽ മൾട്ടി സെൻസറി വിഷ്വൽസ് നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും. ഇതെല്ലാം നമ്മുടെ ടീച്ചിങ് എയ്ഡ്സ് ആയിട്ട് പറയാം. ദെൻ പ്രീവിയസ് നോളജ്, കുട്ടിക്ക് ഇതിൽ നേരത്തെ എന്തറിയാമെന്നുള്ളത്. അപ്പോൾ കുട്ടിയുടെ ഡെയിലി റുട്ടീൻസിനെ കുറിച്ച് നമ്മൾ
കൂടുതൽ ആസ്ക് ചെയ്യും, അതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നു. അതാണ് കുട്ടിയുടെ നേരത്തെ കുട്ടിക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവ് എന്ന് പറയുന്നത്. ദെൻ ലേണിംഗ് ആക്ടിവിറ്റി ആൻഡ് ടീച്ചിങ് മെത്തഡോളജി. ഇപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താണ് ആക്ടിവിറ്റി ആയിട്ട് എങ്ങനെയാണ് അല്ലെങ്കിൽ പഠിപ്പിക്കാം, ടീച്ചിങ് പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം, നമ്മൾക്ക് ഡയറക്റ്റ് ഇൻട്രാക്റ്റീവ് ഡിസ്കഷൻസ് വഴിയായിരിക്കും നമ്മൾ ഓറലി എല്ലാ ടീച്ചേഴ്സും തന്നെ പഠിപ്പിക്കുന്നത് അല്ലേ. അതായത് എക്സ്പ്ലെയിൻ ഗുഡ് ഹാബിറ്റ്സ് ആൻഡ് ബാഡ് ഹാബിറ്റ്സ്. അതുകൂടാതെ നമുക്ക് എങ്ങനെ പറയാം, ഒരു സ്റ്റോറി ടെല്ലിംഗ് ആയിട്ട് പറയാൻ പറ്റും. അതായത് ഇമാജിനേഷൻ, ത്രൂ ദി ഇമാജിനേഷൻ വഴി നമുക്ക് കുട്ടിയെ പഠിപ്പിക്കാം. Then using stories to illustrate the importance of good habits. Then rhymes എന്ന് പറയുന്ന നേരത്തെ നമുക്കറിയാൻ പറ്റും, ബ്രഷ് യുവർ ടീത്ത് എന്നുള്ള റൈം ഉണ്ട്. അതുപോലെ തന്നെ വാഷ് യുവർ ഹാൻഡ്സ്, ദിസ് ഈസ് ദ വേ ടു വാഷ് യുവർ ഹാൻഡ്സ്. അങ്ങനെ നമുക്കറിയാം കുറേ റൈംസുകൾ കുട്ടികൾക്കായിട്ടുള്ളതുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് എന്താണ് ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ്. ടീച്ചിങ് മെത്തഡോളജിയിൽ നമുക്ക് എന്തെല്ലാം ആക്ടിവിറ്റീസ് കൊടുക്കാമെന്ന് നോക്കാം. ആക്ടിവിറ്റി ഫസ്റ്റ് നമുക്ക് കൊടുക്കാം സിംഗ് ദ റൈം ആൻഡ് ഡു ദ ആക്ഷൻ. എന്താണ്, പാട്ട് പാടി അതിൻ്റെ ആക്ഷൻ കാണിക്കുക. ദെൻ സെക്കൻഡ് ആക്ടിവിറ്റി നമുക്ക് പറയാം സേ ദ ഗുഡ് ഹാബിറ്റ്സ് പറയാം. ദെൻ ആക്ടിവിറ്റി 3 വർക്ക്ഷീറ്റുകൾ നമുക്ക് കൊടുക്കാം, സർക്കിൾ ദ ഗുഡ് ഹാബിറ്റ്സ് കൊടുക്കാം. ആക്ടിവിറ്റി 4 ടിക്ക് ദ തിങ്സ് ദാറ്റ് യു ലൈക്ക് ടു ഡു. നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്, അതിൻ്റെ അകത്ത് നമുക്ക് ബാത്തിങ്ങിൻ്റെ ഒക്കെ പിക്ചേഴ്സ് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം നമുക്ക് ആക്ടിവിറ്റി ആയിട്ട് കൊടുക്കാവുന്നത്. ഇനി അസൈൻമെൻറ്റ് അല്ലെങ്കിൽ ഫോളോ അപ്പ് ആക്ടിവിറ്റി എങ്ങനെയാണ് നമുക്ക് കൊടുക്കാവുന്നതെന്ന് നോക്കാം. അസൈൻമെൻറ്റ് അല്ലെങ്കിൽ അസസ്മെൻറ്റ് നമുക്ക് ചെയ്ത് കഴിയാൻ നേരത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഗുഡ് ഹാബിറ്റ്സിൻ്റെ ചാർട്ടുകൾ മേക്ക് ചെയ്യാൻ കൊടുക്കാം. അല്ലെങ്കിൽ ഒരു ഐ ആം ഗുഡ് ചൈൽഡ് എന്നുള്ളൊരു ടോപ്പിക്ക് കൊടുത്ത് അതിലെ ഒരു സ്പീച്ച് കുട്ടികൾക്ക് കണ്ടക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഫ്ലാഷ് കാർഡുകൾ കാണിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. വൈ ഡു വി ടേക്ക് ബാത്ത് എവറി ഡേ, ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇതെല്ലാമാണ് അസസ്മെൻറ്റിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലെസൺ പ്ലാൻ വളരെ ഹെൽപ്ഫുള്ളായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു. These are the things that I like to do. I wake up early. I brush twice a day. I exercise daily. I take a bath every day. I wear clean clothes. I wash my hands before and after meals. I eat healthy food. I sleep on time.